ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത് എങ്ങനെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ രണ്ട് മെത്തേഡാണ് കാണിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് സ്റ്റോർ വഴി ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണതും, രണ്ടാമത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് exe ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതും. ഫസ്റ്റ് നമുക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോർ വഴി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ പോയി VS കോഡ് ഒന്ന് സെർച്ച് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പം നമുക്ക് VS കോഡിൻ്റെ ഓരോ വേർഷനും ഓരോ യൂസിനനുസരിച്ചുള്ള ആപ്ലിക്കേഷൻസും കാണാൻ പറ്റും. നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഫസ്റ്റ് കിടക്കണ ഈ ആപ്ലിക്കേഷനാണ്. സോ നമ്മളത് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ കാണാം. ഈ വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ. അത് ഡയറക്റ്റ് ഇൻസ്റ്റാൾ കഴിഞ്ഞാൽ VS കോഡ് ഡയറക്റ്റ്ലി നമ്മളെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ VS കോഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന മെത്തേഡാണ്. സോ അതിനായിട്ട് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മൈക്രോസോഫ്റ്റിൽ വിഷ്വൽ കോഡ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം ഫസ്റ്റ് വരുന്ന ഈ ലിങ്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റിംഗ് റീഡിഫൈൻഡ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു വെബ് പേജ് ഓപ്പൺ ആവും. ഇതാണ് VS കോഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അടിക്കൊക്കെ പോയി കഴിയുമ്പോൾ കാണാം ഈ ഡോക്യുമെൻറ്റേഷൻ, ഈ ആപ്ലിക്കേഷൻ്റെ ഡോക്യുമെൻറ്റേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന് കിട്ടും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഫയൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 110 MB ആണ് കാണിക്കണത്. അത് .exe ഫോർമാറ്റിലാണ് കിടക്കുന്നത്. നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം റൺ ചെയ്യാൻ. മറ്റേതിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുത്താൽ ഡയറക്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവും. ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് പെർമിഷനും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കാണാം. അപ്പോൾ നമ്മുടെ exe ഫയൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഫയൽ മാനേജറിൽ പോയി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫയൽ സക്സസ്ഫുള്ളി ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിനെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലൈസൻസ് എഗ്രിമെൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതൊക്കെ നമ്മൾ എഗ്രി ചെയ്യുന്നുള്ളതാണ്. ജസ്റ്റ് എഗ്രി ആക്കുക, നെക്സ്റ്റ് അടിക്കുക. അതിന് ശേഷം ഒന്ന് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ എന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ഡെസ്ക്ടോപ്പിൽ തന്നെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അത് നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ ചെയ്യുമ്പോൾ ഞാനിത് കൊടുക്കുന്നുണ്ട്. സോ അതും ഓക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. അത് കഴിയുമ്പോൾ റെഡി ടു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ടാബ് ഓപ്പൺ ആവും. അത് ഇൻസ്റ്റാൾ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളിങ് ഇപ്പോൾ സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഫുൾ ആവണ വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യുക. VS കോഡ് അപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. VS കോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഓഗസ്റ്റിലെ അപ്ഡേഷൻ്റെ ഡീറ്റെയിൽസാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ വന്നേക്കണ മാറ്റങ്ങളും ആഡ് ചെയ്തേക്കണ ഫീച്ചേഴ്സും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും വേർഷനും കുറേ എൻറ്റിറ്റി ഉള്ളൊരു ഫയലാണത്. അത് ജസ്റ്റ് നമുക്ക് ഇഗ്നോർ ചെയ്യാം. തൊട്ടപ്പുറത്ത് നോക്കുകയാണെങ്കിൽ വെൽക്കം എന്നുവെച്ചാൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരാണ് ഈ ആപ്ലിക്കേഷൻ്റെ സംഭവങ്ങൾ എന്താണ്, ഫയൽ എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസുകൾ തരുന്ന ഫയലാണത്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.